ഹലോ, മോർണിംഗ്. ഇന്ന് രാവിലെ എണീക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വീട്ടിൽ ചെത്തിപ്പറിക്കുക വീട് വൃത്തിയാക്കുക വരുമെന്ന് പറഞ്ഞു. മൊത്തം കാട് പിടിച്ചെടുക്കുന്നു വീട്ടിൻ്റെ ചുറ്റും കേട്ടോ. രാവിലെ എണീച്ച് ആദ്യത്തെ പരിപാടി സുട്ടുവിനും എല്ലാം കൊടുക്കാനാണ് കേട്ടോ. സുട്ടുവിനും എല്ലാം കൊടുക്കാം. സുട്ടു രാവിലെ കിടന്ന് വിളിയായിരുന്നു, വിശന്നിട്ടായിരിക്കും കിടന്ന് വിളിക്കുന്നത്. അങ്ങനെ രാവിലെ നേരെ പോയി കിച്ചണിൽ ചെന്ന് സുട്ടുവിനെ ഇറക്കി. സുട്ടുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചപ്പോഴേ ഓടി വന്നു. സുട്ടുവിന് നമ്മൾ ഹാൻഡ് ഫീഡാണ് ഇപ്പോഴും ചെയ്യണം കേട്ടോ. 3 മാസമായി, എന്നാലും ഇപ്പോഴും ഹാൻഡ് ഫീഡൊക്കെ കൊടുക്കും. അതിൻ്റെ ചെവിയൊക്കെ കടിച്ച് പറിക്കേണ്ടിയിരുന്നു വിശന്നിട്ട്. ഹാൻഡ് ഫീഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്യിപ്പിച്ച് സുട്ടുവിന്. ഹാൻഡ് ഫീഡ് ചെയ്യിച്ച് അത് സുട്ടു എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു കഴിക്കാതെ. അങ്ങനെ ഒരു വിധത്തിൽ അതിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ നേരെ പോയി പല്ലൊക്കെ തേച്ച്. ഇനി കുറച്ച് പരിപാടി കേട്ടോ. ഇനി കുറച്ച് ഫിഷൊക്കെ ഉണ്ട്, അതിനൊക്കെ തീറ്റ കൊടുക്കണം. രാവിലെ എണീച്ച് എൻ്റെ പരിപാടി അതൊക്കെയാണ് കേട്ടോ. പിന്നെ രാവിലെ എണീച്ച് നമ്മൾ 2 ദിവസം മുമ്പ് മേടിച്ച് മീനൊക്കെ നോക്കി അതിനൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അതിനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അതുമാത്രമല്ല, പുറത്തും ഉണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് മീനുണ്ട് എനിക്ക്. ഞാൻ ഒരു ബേസനൊക്കെ മേടിച്ച് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനൊക്കെ. സാരിവാലി, ഗപ്പി, പ്ലാറ്റി, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, അങ്ങനെ കുറേ മീനുണ്ട് കേട്ടോ. വേറെ കുറേ ഉണ്ടായിരുന്നു. ഈ മഴയൊക്കെ പെയ്ത സമയത്ത് അതെല്ലാം പോയി കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ അവിടെയൊക്കെ മീനൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം ആൾ വന്നു കേട്ടോ. അവിടെ വൃത്തിയാക്കാൻ ആൾ വന്നു. അവിടെ വിളിച്ച മാമൻ വന്നായിരുന്നു വൃത്തിയാക്കാൻ. അങ്ങനെ ഞാൻ മാമനെയും കൊണ്ട് നേരെ ബേക്കിൽ പോയിട്ട് മാമ ബേക്കിൽ തുടങ്ങി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മാമ വന്ന ഉടനെ പണിയും തുടങ്ങി കേട്ടോ. മാമ വന്നുടനെ മമ്മൂട്ടിയൊക്കെ എടുത്ത് പണി തുടങ്ങി. മാമ ആദ്യം തന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് പണിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഇനി നേരെ പോകുന്നത് വൈഫിനെ വിളിക്കാൻ കേട്ടോ. വൈഫൊന്നും ഇവിടെ ഇല്ലായിരുന്നു, വൈഫും കൊച്ചൊന്നും ഇവിടെ ഇല്ലായിരുന്നു. വൈഫിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് അടുത്താണ്, ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഇനി നേരെ പോയി വൈഫിനെ വിളിക്കണം. വൈഫിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ പണിക്ക് വയ്ക്കണ മാമന് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ വൈഫിനെ വിളിക്കാൻ പോകണം. ചാത്തൻ പറയാം കേട്ടോ വൈഫിൻ്റെ വീട്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. ഇനി വേറെ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്ഥിരം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരം ക്ലാസ് ആയിട്ട് ഒരു കുളത്തിൽ പോയിരുന്നു കുളിക്കാൻ. അതാണ് ഈ കുളം കേട്ടോ. നമ്മൾ ഡെയിലി ഇവിടെ വരുമായിരുന്നു ക്ലാസ്സും കെട്ട് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ആരും ഇറങ്ങത്തില്ല കേട്ടോ. ഇവിടെ ഒരാൾ മരിച്ച് ഇടയ്ക്ക്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ആരും ഇറങ്ങാതെ വൃത്തിയാക്കാതെ കിടക്കാൻ കേട്ടോ. അങ്ങനെ അവസാനം വീടെത്തി. അവളെ വീട്ടിൽ അവളെ അമ്മയ്ക്കാണെങ്കിൽ ചെടിയുടെ ഭ്രാന്താണ്. അവിടെ മുറ്റം നിറച്ചും ചെടി നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കയറുമ്പോഴേ നല്ല രസമാണ് കാണാൻ. വീട്ടിൻ്റെ ഫ്രണ്ട് വീട് കാണാൻ പറ്റില്ല എന്നാണ് പറയാം വേണമെങ്കിൽ. അവിടെ മൊത്തം ചെടിയാണ്. അവിടെ മൊത്തം ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലകത്തോട്ട് കയറി കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് ചെല്ലാൻ പറയണം. അങ്ങനെ എൻ്റെ കയ്യിൽ മീനുണ്ടായിരുന്നു. മീനായിരുന്നു അത്യാവശ്യം. ജോലിക്കാരന് കറി വെച്ച് കൊടുക്കാനേ മീൻ. അങ്ങനെ നേരെ മീനും കൊണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അമ്മായി, എൻ്റെ വൈഫിൻ്റെ അമ്മ. അങ്ങനെ അവർ രണ്ടുപേരുടെ മീനൊക്കെ അവിടെ നോക്കിയാണ്. അമ്മേനെ കൊണ്ട് കറി വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ മോള്. അതുകൊണ്ടാണ് മീൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മീനൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് തന്നെ കാപ്പിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അവിടെ ജോലിക്കാർ നിൽക്കുകയല്ലേ, പുള്ളിക്ക് എല്ലാം കൊടുക്കണ്ടേ. മോരൊക്കെ മേടിച്ച് കലക്കി കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ കടയിൽ നിന്ന് തൈരൊക്കെ മേടിച്ച് ആ വീട്ടിലോട്ട് എത്തി കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് എനിക്കാണെങ്കിൽ വേറെ വിശന്നിട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് കാപ്പി എടുത്തോണ്ട് വന്നായിരുന്നു കുടിക്കാനേ. വന്നു കയറിയപ്പോൾ പണിക്കാരൻ മാമനെ കാണാനില്ല കേട്ടോ. അനക്കമൊന്നുമില്ല. അങ്ങനെ അവളെ ചോദിച്ചു പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കാപ്പി പിടിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിലോട്ട് പോയി നോക്കിയപ്പം മാമ അവിടെ നല്ല പണിയെടുക്കുന്നു കേട്ടോ. നല്ലോണം വൃത്തിയാക്കുന്നു. എങ്ങനെ ഇടുന്ന സ്ഥലമാണെന്ന്. അത് കഴിഞ്ഞ് ഇനി കാപ്പി പിടിക്കാൻ പോകുന്നു. അവിടെ നിന്ന് കുറച്ച് കാപ്പി ഉണ്ട്. പിന്നെ കാന്താരിമുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും കാന്താരിമുളക് ഉപ്പിലിട്ടതും കൂടെ കൂട്ടി ഒരു പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തി. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങാൻ കഴിച്ചു. ഡ്യൂട്ടി ഉച്ചയ്ക്കാണ്.